ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലീബ്രയ്ക്ക് വേണ്ടിയിട്ട് ഏപ്രിൽ മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇത് ലീബ്ര സൺ സൈൻ, മൂൺ സൈൻ, എസെൻഡൻറ്റ് സൈൻ, നക്ഷത്രം സൈൻ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയാണ്. അപ്പോൾ എല്ലാ മെസ്സേജസ് എല്ലാവർക്കും റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് നിങ്ങൾക്ക് പേഴ്സണലായിട്ടൊരു കൺസൾട്ടേഷൻ വേണം വെച്ചാൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ കൺസൾട്ടേഷൻസ് പെയ്ഡ് സെഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മെമ്പർ ആവാം. മെമ്പർ ആവുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസിന് വേണ്ടിയിട്ട് ഇത്രയും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. നിങ്ങൾക്ക് ഉടനെ കാണാൻ പറ്റും. അപ്പോൾ മെമ്പർ ആവുക. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ ഏപ്രിൽ മാസത്തിൻ്റെ മെസ്സേജസ് പറയണമെന്ന് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ലീബ്ര, എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി? ഏപ്രിൽ മാസത്തിൻ്റെ ഓവറോൾ എനർജി നിങ്ങളുടെ 9 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ പാസ്റ്റിൽ 7 ഓഫ് കപ്സ്. കറണ്ട് എനർജി നിങ്ങളുടെ ഹൈറോഫാണ്ട്. ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് 9 ഓഫ് പെൻറ്റക്കിൾസ്. ചാലഞ്ച് ആയിട്ട് ക്വീൻ ഓഫ് വാൻഡ്സ്. അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2 ഓഫ് വാൻഡ്സ്. സർപ്രൈസ് ഫാക്ടർ കിങ് ഓഫ് കപ്സ്. ഔട്ട്കം ഇവിടെ ഈ കാർഡ്. അപ്പോൾ ലീബ്ര, ഞാൻ ഇവിടെ കാണുന്നത് 9 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇത് ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ എനർജിയാണ്. ഇത് നിങ്ങളുടെ നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വിഷ് ചെയ്യായിരുന്നു. അത് അടുക്കാറായി. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. വന്നിട്ടില്ല, പക്ഷെ വരും. അതുണ്ടാവും. ആ പ്രെയർ നിങ്ങളുടെ ഫുൾഫിൽ ആവണു. എംപറർ എനർജി ഉണ്ട് ഇവിടെ. എംപറർ എനർജി ഏരീസ് എനർജിയാണ്. അപ്പോൾ ഞാനിവിടെ കാണുന്നത് നിങ്ങൾ ഒരു ഏരീസിൻ്റെ കൂടെ ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. അതല്ല ചെയ്ത് നിങ്ങളുടെ കരിയറിൽ എന്തെങ്കിലും ഒരു വിഷ് ഉണ്ടായിരുന്നു, അത് ശരിയാവാൻ പോകണു. അതല്ല വെച്ചാൽ നിങ്ങളുടെ ലവ് ലൈഫിൽ എന്തോ ഒരു വിഷ് ഉണ്ടായിരുന്നു. മേ ബി ഒരു ഏരീസിൻ്റെ കൂടെ ഡീൽ ചെയ്യുമ്പോൾ ആ പേഴ്സണിന് വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ വിഷ് ചെയ്യുന്നുണ്ടായിരുന്നത്. അതെന്തോ നിങ്ങൾക്ക് ഒരു ഹോപ്പ് ഉണ്ട് അത് ശരിയാവും എന്ന്. നിങ്ങളും ഈ പേഴ്സൺ സെപ്പറേറ്റഡ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഹെർമിറ്റ് എനർജി ഇവിടെ വെർഗോ എനർജിയാണ്, പക്ഷേ ഒരു സെപ്പറേഷൻ്റെ എനർജിയും കൂടിയാണ്. അപ്പോൾ എന്തോ ഒരു സെപ്പറേഷൻ ഇവിടെ കാണാണ്ട്. ഇത് റൊമാൻറ്റിക് സിറ്റുവേഷൻ അല്ല വെച്ചാൽ നിങ്ങൾ ഏതോ ഒരു ജോബിന് വേണ്ടിയിട്ട് കുറേ പഠിക്കുകയായിരുന്നു, ഇല്ല ഏതോ ഒരു പൊസിഷന് വേണ്ടിയിട്ട് കുറേ അപ്ലൈ ചെയ്തു, പഠിച്ചു, കുറേ റീസേർച്ച് ചെയ്ത ഒരു സബ്ജക്റ്റ്, അതിൽ നിങ്ങൾക്ക് കുറേ ഒരു പ്രോഗ്രസ് നിങ്ങൾ കാണും. അതിൽ എന്തോ ഒരു നല്ലൊരു ഗുഡ് ന്യൂസ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ പാസ്റ്റിൽ ഞാൻ കാണുന്നത് 7 ഓഫ് കപ്സ് ആണ്. പാസ്റ്റിൽ നിങ്ങളുടെ മനസ്സിൽ കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല എന്താണ് ചെയ്യേണ്ടതെന്ന്. കുറേ ഒരു കൺഫ്യൂഷൻ്റെ സമയമായിരുന്നു. വേൾഡ് എനർജി ഉണ്ട് ഇവിടെ. അപ്പോൾ എന്തോ നിങ്ങളുടെ ലൈഫിൽ ചില സിറ്റുവേഷൻസ്, ചില റിലേഷൻഷിപ്പ് അതൊക്കെ ക്ലോസ് ഔട്ടായി. ഓക്കെ, എന്തോ ഒരു എൻഡിങ്ങിൻ്റെ എനർജി കാണാണ്ട്. അപ്പോൾ മൂവ് ഓൺ ചെയ്യണ മുമ്പേ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് അറിയാത്തൊരു സ്ഥിതിയിലായിരുന്നു. എന്താ വെച്ചാൽ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇപ്പോൾ ഇത് മുമ്പോട്ടേക്ക് കൊണ്ടുപോകേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് നിങ്ങളൊരു പുതിയ സ്ഥലത്തേക്ക് മാറി, ഒരു പുതിയ കൺട്രിയിലേക്ക് പോയി, അങ്ങനത്തെയും എനർജി ആവാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടായി പറഞ്ഞ ഒരു കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതെന്താ ഇപ്പോൾ അടുത്തത് ചെയ്യണ്ടേ, എങ്ങനെയാണ് ഞാൻ ഈ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുക. കുറേ ഓപ്ഷൻസ് ഉണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട്. അപ്പോൾ ഈ മാസം ഞാൻ കാണുന്നത് ഹൈറോഫാണ്ട് എനർജിയാണ്. ഇത് ഡിവൈൻ ടൈമിങ്ങിൻ്റെ എനർജിയാണ്. ഇത് ഗൈഡൻസ്, ഡിവൈൻ ഗൈഡൻസിൻ്റെ എനർജിയാണ്. കുറേ സപ്പോർട്ട് ഉണ്ട് നിങ്ങൾക്ക്
നിങ്ങളുടെ ഫാമിലിയുടെ എനർജിയും ഇവിടെ കാണാണ്ട്. ഞാൻ കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പാസ്റ്റിന് ആരോ ഒരു പേഴ്സൺ തിരിച്ചു വരണു. അതല്ല വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ റീകണക്ട് ചെയ്യണു. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ അവരുടെ കൂടെ കണക്ട് ചെയ്യുന്നുണ്ടാവുക. ഇല്ല വെച്ചാൽ വേറൊരു സ്ഥലത്ത് നിങ്ങൾ മൂവ് ചെയ്തു വെച്ചാൽ അവിടെ ആരെങ്കിലും ഒരു ഫാമിലി മെമ്പർ കണ്ടു. ഇല്ല വെച്ചാൽ അവിടെ എവിടെയെങ്കിലും നിങ്ങൾ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു, അവരൊരു ഫാമിലി മാതിരി നിങ്ങൾക്ക് തോന്നി. അപ്പോൾ എന്തോ കമ്മ്യൂണിറ്റിയുടെ എനർജി ഇവിടെ കാണാണ്ട്. അതല്ലാണ്ട് ഞാൻ പറഞ്ഞ മാതിരി റൊമാൻറ്റിക് ലൈഫിൽ നിങ്ങളുടെ പാസ്റ്റിന് ആരോ തിരിച്ചു വരാനുള്ള ചാൻസസും ഉണ്ട്. അതല്ല വെച്ചാൽ നിങ്ങൾ ആ പേഴ്സൻ്റെ കൂടെ റീകണക്ട് ചെയ്യണ എനർജി കാണാണ്ട്. ഇവിടെ കുറേ വഴക്കുണ്ടാവണ എനർജിയും കാണാണ്ട്. ഓക്കെ, അപ്പോൾ ഈ സിറ്റുവേഷനിൽ ചില പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ ലൈഫിൽ വേറെ ഒരു പേഴ്സൺ ഉണ്ട് വെച്ചാൽ ഈ പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരുമ്പോൾ അത് കുറച്ചൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യണു. അതിൻ്റെ കാരണം വഴക്കുണ്ടാവണു നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെ. അതല്ലാണ്ട് ചില മനസ്സിൽ കോൺഫ്ലിക്റ്റും ഉണ്ടാവും. ഇത് ചെയ്യണോ വേണ്ടേ, ഇത് ശരിയാണോ വേണ്ടേ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിൽ നടക്കുന്നുണ്ട്. ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ 9 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ഇൻഡിപെൻഡൻറ്റ് എനർജിയാണ്. ഓക്കെ, ഒരു സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് എനർജി, കരിയറിൽ ഫോക്കസ് ചെയ്യണ എനർജി. അപ്പം ഞാൻ കാണുന്നത് ഇവിടെ 4 ഓഫ് കപ്സ് ആണ്. വേറെ ഒരു കാര്യത്തിലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല. എസ്പെഷ്യലി ഇമോഷണൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കുറേ ഒരു ബേർഡനായി തോന്നുന്നു. അതുകൊണ്ട് കുറേ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെയാണ്. നിങ്ങൾ ഇമോഷണലി ആരുടെയും കൂടെ അത്ര കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. 3 ഓഫ് വാൻഡ്സ് ഉണ്ട് ഇവിടെ. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു പേഷ്യൻ്റ്ലി. എന്തോ ഒരു കാര്യം ശരിയാവും എന്ന് നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ. ഇത് ശരിയാവും. ഓക്കെ, ഇത് ഫ്യൂച്ചറിൽ കുറച്ച് ഞാൻ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ അത് മാറും, അത് എന്തെങ്കിലും ഒരു മാറ്റം വരും. അപ്പോൾ ക്വീൻ ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം. ഒരു ഫയർ സൈനെ കാണാണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഈ പേഴ്സൺ കുറേ ഒരു ഡോമിനേറ്റിംഗ് പേഴ്സൺ ആയിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പാർട്ട്ണർ ആവാം, നിങ്ങളുടെ ഫാമിലി മെമ്പർ ആവാം. കിങ് ഓഫ് പെൻറ്റിക്കിൾസും ഉണ്ട്. അപ്പോൾ ഇത് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജിയാണ്. കുറേ സീക്രറ്റ്സിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവും, അത് ഇവർ എൻ്റെ കൂടെ കാര്യങ്ങൾ ഷെയർ ചെയ്യണില്ല. ഇത് നിങ്ങളുടെ കലീഗ്സ് ആവാം, ബോസ് ആവാം, ആരും വേണിച്ചാവാം. പക്ഷേ എന്തോ നിങ്ങൾക്കൊരു ഫീലിംഗ്, അത് എന്തോ ഇവിടെ നടക്കുന്നുണ്ട്. എനിക്ക് മുഴുവനെ അറിയില്ല എന്താ നടക്കണമെന്ന്, പക്ഷെ എന്തോ ഒരു ഇൻറ്റ്യൂഷൻ എൻ്റെ പറയണു അതിവിടെ നടക്കുന്നത് ശരിയല്ല. അതിൽ ഈ ആൾക്കാർ ഇൻവോൾവും ആയിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാണ്ട്, അപ്പോൾ നിങ്ങളുടെ റൊമാൻറ്റിക് സിറ്റുവേഷനിലാണെന്ന് വെച്ചാൽ ഇവിടെ 2 ആൾക്കാരുടെ ഇടയ്ക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടി വരണു. പക്ഷേ ഇവിടെ സീക്രട്ടായിട്ട് നിങ്ങൾ എന്തോ വെക്കണു, ഒരു റിലേഷൻഷിപ്പ് സീക്രട്ടായി വെക്കണു. അപ്പോൾ നിങ്ങൾക്ക് അഡ്വൈസ് ഇവിടെ 2 ഓഫ് വാൻഡ്സ് ആണ്. യൂണിവേഴ്സ് നിങ്ങളോട് നല്ല പോലെ ഫ്യൂച്ചറിനെ കുറിച്ച് മനസ്സിൽ വെച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ പറയണു. ഈ സമയം പ്ലാനിങ്ങിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, എല്ലാ കാര്യങ്ങളും ശരിയായി പ്ലാൻ ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എസ്പെഷ്യലി നിങ്ങൾക്കൊരു തീരുമാനം എടുക്കണ മുമ്പേ ഫ്യൂച്ചർ വെച്ചിട്ട് വേണം, മനസ്സിൽ വെച്ചിട്ട് വേണം തീരുമാനം എടുക്കുക. എന്താ വെച്ചാൽ എവിടെയോ നിങ്ങൾ ഒരു റോങ് ഡിസിഷൻ എടുത്താൽ കുറേ നിങ്ങൾക്ക് റിഗ്രറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ കിങ് ഓഫ് കപ്സ് ആണ് സർപ്രൈസ് ഫാക്ടർ. ഇവിടെ ഞാൻ സർപ്രൈസ് ഫാക്ടറിൽ ഒരു റൊമാൻറ്റിക് മെസ്സേജ് കാണുന്നു. ഒരു റൊമാൻറ്റിക് കണക്ഷൻ, ഒരു ഇമോഷണൽ കണക്ഷൻ, റൊമാൻറ്റിക് കാട്ടിലും കൂടുതൽ ഒരു ഇമോഷണൽ കണക്ഷൻ ഒരു പേഴ്സൻ്റെ കൂടെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ. ആൻഡ് ഇവിടെ എവിടെയോ നിങ്ങളൊരു സിറ്റുവേഷനിൽ ഹാപ്പി അല്ലാത്ത എനർജിയും കാണാണ്ട്. ഓക്കെ, ഇമോഷണലി ഒരു സിറ്റുവേഷനിൽ ഹാപ്പി അല്ലാത്തതുകൊണ്ട് വേറെ സിറ്റുവേഷനിലേക്ക് നിങ്ങൾ ചാടണ എനർജി കാണാണ്ട്. അപ്പോൾ ഔട്ട്കം നിങ്ങൾക്ക് ഇവിടെ ചാരിയറ്റാണ്. ചാരിയറ്റ് മുമ്പോട്ട് പോണ എനർജിയാണ്, പക്ഷെ ഒരു തീരുമാനം എടുത്തിട്ട് മുമ്പോട്ട് പോണ എനർജിയാണ്. എന്ന് വെച്ചാൽ ചോയ്സ് ഉണ്ട് നിങ്ങൾക്ക് വേണിച്ചാൽ ഈ സിറ്റുവേഷനിൽ ഏതും പേഴ്സണെ വേണിച്ചാൽ ചൂസ് ചെയ്യാം. നിങ്ങളുടെ ലൈഫിൽ ഞാൻ ഒരു സ്റ്റെബിലിറ്റി വരണത് കാണുന്നുണ്ട്. ആൻഡ് ഒരു നല്ലൊരു സെലിബ്രേഷൻ വരണ എനർജിയും കാണാണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ തീരുമാനം എടുക്കണമെന്ന് വെച്ചാൽ അതിൽ കുറേ ഒരു സ്റ്റേബിൾ ഫ്യൂച്ചറാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജ് വരണേ? ഒറക്കിൾ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്
ഓറക്കിൾ മെസ്സേജ് ഇവിടെ ഗെറ്റ് മോർ ഇൻഫർമേഷൻ ആണ്. ഓക്കെ, അപ്പോൾ എന്തോ ഒരു കാര്യത്തിൽ യൂണിവേഴ്സും നിങ്ങളോട് കൂടുതൽ ഇൻഫർമേഷൻ എടുക്കാമെന്നാണ് പറയുന്നത്. കൂടുതൽ ഇൻഫർമേഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് ഒരു നല്ല പോലെ ഡിസിഷൻ എടുക്കാം. ഞാൻ പറഞ്ഞ മാതിരി ഈ മാസം എന്തോ ഒരു വലിയ ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാറുണ്ട്. പക്ഷേ അതിലൊരു ഇമ്പൾസീവ് ആവാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഇത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചാണ്, നിങ്ങളുടെ ഫ്യൂച്ചറിനെ എഫക്റ്റ് ചെയ്യണ കാര്യമാണ്. അപ്പോൾ അത് നല്ല പോലെ ആലോചിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം, എന്താ ഇൻഫർമേഷൻ വേണം വെച്ചാൽ അതൊക്കെ ആ ഇൻഫർമേഷൻ എടുത്തിട്ട് വേണം ഒരു ഡിസിഷൻ എടുക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് ലീബ്ര. ഇവിടെ സൈൻസ് കാണുന്നത് ഞാൻ വെർഗോ ഉണ്ട്, പൈസീസ് ഉണ്ട്, ഏരീസ് ലിയോ സാജിറ്റേറിയസ് ഉണ്ട്, ക്യാൻസർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സൈൻസ് ഇവിടെ ഉള്ളത്. ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് വെച്ചാൽ എന്നെ എൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിങ് ചെയ്യാം. പേഴ്സണൽ റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പം നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.